നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിലെ പറയാൻ പോകുന്നത് ഒരു അറിയിപ്പാണ് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. താൽക്കാലികമായിട്ടുള്ള ഒഴിവുകളാണ് 6 മാസക്കാലത്തേക്കുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒരു പോയിന്റ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വായിച്ച് കേൾപ്പിക്കുന്നത്. തീർച്ചയായിട്ടും കാത്തിരിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ, ഭഗവാന്റെ തൊട്ടു മുന്നിലായിട്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. ഗുരുവായൂർ ദേവസ്വത്തിലെ വാച്ച്മാൻ, ലേഡി സെക്യൂരിറ്റി ഗാർഡുകളുടെ 30 ഒഴിവുകളാണ് ഉള്ളത്. അപ്പോൾ ഈ പറയുന്ന 2 തസ്തികകളിലേക്കാണ് ഇനി ഒഴിവുകൾ വരുന്നത് കേട്ടോ. 1/7/2026 മുതലേ ഈ തസ്തികകളിലേക്ക് താൽക്കാലികമായിട്ട് നിയമിക്കപ്പെടുന്നതിനെ നിർദ്ദിഷ്ട യോഗ്യതകളുള്ള ഈശ്വര വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. വിജ്ഞാപനം പൂർണ്ണമായിട്ട് വായിക്കുക, നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് അപേക്ഷാ ഫോറം ലഭ്യമാക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒഴിവ് സോപാനം വാച്ച്മാൻ. നിയമന കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. അത് 1/7/2026 മുതൽ 31/12/2026 കൂടിയിട്ടുള്ള 6 മാസം. പ്രതിമാസ മൊത്ത വേതനം 18,000 രൂപയാണ് കേട്ടോ. 15 ഒഴിവുകളാണ് ഉള്ളത്. പ്രായപരിധി ഉണ്ട്. 30-നും 50-നും ഇടയ്ക്കായിരിക്കണം. അതായത് 1/1/2026 30 വയസ്സിൽ കുറയാനോ അതേപോലെ 50 വയസ്സിൽ കൂടാനോ പാടില്ല. യോഗ്യതകൾ 7ാം ക്ലാസ് ജയിച്ചിരിക്കണം. പിന്നെ യാതൊരു വിധത്തിലുള്ള ശാരീരിക അംഗവൈകല്യങ്ങളുമില്ലാത്ത ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള പുരുഷന്മാരായിരിക്കണം. അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് കേട്ടോ. നല്ല കാഴ്ചശക്തി ഉള്ളവരായിരിക്കണം. നിലവിലുള്ള സോപാനം കാവൽക്കാരുടെ അപേക്ഷ പരിഗണിക്കുന്നതല്ല. അപ്പം അങ്ങനെ ഇല്ലാത്തവർക്ക്, ഈ യോഗ്യതകളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാം കേട്ടോ. ഇനി പറയണത് ലേഡി സെക്യൂരിറ്റി ഗാർഡാണ്. ഇതേപോലെ തന്നെയാണ് നിയമന കാലാവധി 6 മാസമാണ്. 1/7/2026 മുതൽ 31/12/2026 വരെയാണ്. പ്രതിമാസ മൊത്ത വേതനം 18,000 രൂപയാണ്. ഇതേപോലെ 15 ഒഴിവാണ്. ഇത് 15 പുരുഷന്മാർക്കും 15 സ്ത്രീകൾക്കുമാണ് ഉള്ളത്. പ്രായം 55 വയസ്സിൽ കുറയാനോ 60 വയസ്സിൽ കൂടാനോ പാടില്ല. 1/1/2026. 55 വയസ്സിന് മുകളിലുള്ളവർക്ക് സ്ത്രീകൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാലോ. 55-നും 60-നും ഇടയിലുള്ള സ്ത്രീകൾക്കാണ്. യോഗ്യതകൾ 7ാം ക്ലാസ് വിജയിച്ചിരിക്കണം. യാതൊരുവിധ ശാരീരിക അംഗവൈകല്യവും ഇല്ലാത്തവരായിരിക്കണം. അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് കേട്ടോ. നല്ല കാഴ്ചശക്തി ഉള്ളവരായിരിക്കണം. നിലവിലുള്ള ലേഡി സെക്യൂരിറ്റി ഗാർഡുകളുടെ അപേക്ഷ പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. പിന്നെ അപേക്ഷാ ഫോറം ദേവസ്വം ഓഫീസിൽ നിന്ന് 118 രൂപയാണ് കേട്ടോ. GST ഉൾപ്പെടെയാണ്. 8/5/2026 മുതൽ, അതായത് മെയ് മാസം 8-ാം തീയതി മുതൽ 23-ാം തീയതി വൈകിട്ട് 5 മണി വരെ പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വാങ്ങണം 118 രൂപ കൊടുത്തിട്ട്. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലാണ്. അതായത് 6 മാസം കാലാവധിയെ പാടുള്ളൂ കേട്ടോ. അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. സാക്ഷ്യപ്പെടുത്തിയത് അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കുന്ന ഡോക്ടറുടെ യോഗ്യത അവർ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ അവരുടെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കണം, മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. യോഗ്യത, രജിസ്റ്റർ നമ്പർ, സർട്ടിഫിക്കറ്റ് ഒപ്പുവെച്ച തീയതി എന്നിവ വ്യക്തമല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് അധികാരികളിൽ നിന്ന് ലഭിച്ച അവരുടെ ആ ജാതി തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഹാജരാക്കിയാലേ അപേക്ഷാ ഫോറം സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇവർക്ക് വയസ്സ് ഇളവ് ബാധകമല്ല എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ. അപേക്ഷാ ഫോറം തപാൽ മാർഗമൊന്നും അയക്കില്ല. ഇവിടെ വന്നിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. പിന്നെ വയസ്സ്, യോഗ്യതകൾ, ജാതി എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതിന് 6 മാസമാണ് കാലാവധി, സഹിതമുള്ള അപേക്ഷ ദേവസ്വം ഓഫീസിൽ നേരിട്ട് വന്ന് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ തപാൽ മുഖേന അയച്ചു കൊടുക്കുകയും ചെയ്യാം. അപേക്ഷ ഫോമാണ് അയച്ചു തരാത്തത്, നമുക്ക് അപേക്ഷ എഴുതിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അയച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നേരിട്ട് വന്ന് കൊണ്ടു കൊടുക്കാം. അഡ്രസ്സ് പറയാം. അഡ്മിനിസ്ട്രേറ്റർ, ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ 68101. അങ്ങനെ മേൽവിലാസത്തിൽ അയച്ചു കൊടുക്കാം. അതിനും അവസാന തീയതിയുണ്ട്. ജൂൺ 1-ാം തീയതി 1/6/2026 വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് ലഭിച്ചിരിക്കണം. ആ രീതിയിൽ വേണം അയക്കാനായിട്ട് കേട്ടോ. അയക്കുന്നവർ, അല്ലാത്തവർക്ക് നേരിട്ട് വന്നിട്ട് കൊടുക്കാം.
പിന്നെ കുറച്ച് കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ദേവസ്വത്തിൽ നിന്നും നൽകുന്ന നിർദ്ദിഷ്ട ഫോറത്തിലല്ലാത്തതും മതിയായ രേഖകളില്ലാത്തതും അപൂർണവും അവ്യക്തവുമായതും യഥാസ്ഥാനത്ത് ഫോട്ടോ പതിക്കാത്തതും ഒപ്പുവെക്കാത്തതും അതത് തസ്തികകളിലേക്ക് ആവശ്യമായ യോഗ്യതകളില്ലാത്തതും നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്നതുമായിട്ടുള്ള അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് സംബന്ധിച്ച് യാതൊരുവിധ കത്തിടപാടുകളും നടത്തുന്നതല്ല കേട്ടോ. വിശദ വിവരങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. ദേവസ്വത്തിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. 0487255635 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഈ 2 തസ്തികകളിലെ 6 മാസക്കാലത്തേക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഈ യോഗ്യതകളൊക്കെ ഉള്ളവർക്ക് ഇനി അപേക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അതാണ് ഇത് ഏറ്റവും ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കടക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം ഒരു സ്പെഷ്യൽ അലങ്കാരം തന്നെ ആയിരുന്നു കേട്ടോ. വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള അലങ്കാരങ്ങളൊക്കെ വരിക. ഭഗവാൻ നല്ല മിടുക്കനായിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണനായിട്ട് തന്നെ ചാർത്തിയിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് ശിവലിംഗം ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു തൃശൂലവും കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ തൊഴുതു വണങ്ങി നിൽക്കുന്ന ഭാവത്തിലായിരുന്നു ഭഗവാനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഭഗവാൻ പ്രാർത്ഥിക്കുന്നത് ആരെയാണ്? മഹാദേവനെയാണ്. മമ്മിയൂരപ്പനെയാണ് തൊഴുതു വണങ്ങിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല സന്തോഷം തോന്നിയ ഒരു അലങ്കാരം തന്നെയായിരുന്നു. കാരണം ഭഗവാന് എത്രത്തോളം മഹാദേവൻ പ്രിയപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു അലങ്കാരമായിരുന്നു. ഭഗവാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മഹാദേവൻ ഇവിടെ നിന്ന് നീങ്ങിപ്പോയത്. അപ്പൊ എന്തുമാത്രം ഇഷ്ടമുണ്ടായിരിക്കും തനിക്ക് സ്ഥലം തന്നിട്ടുള്ള ആ ഭഗവാനെ അല്ലെ മഹാദേവനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഭഗവാനെ കാണാൻ വരുന്ന എല്ലാവരും മമ്മിയൂരപ്പനെയും കൂടെ കണ്ടിട്ടാണ് പോകേണ്ടത് എന്നും കൂടെ പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെ ധ്യാനിക്കാനായിട്ട് വന്നിട്ടുള്ള സനകാദികൾക്ക് മഹാദേവൻ സ്വയം സ്തുതിക്കുന്ന സ്തുതികളൊക്കെ പറഞ്ഞു കൊടുത്തു. രുദ്രഗീതം, ഇനി ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ചോളൂ. അപ്പൊ എത്രത്തോളം മഹാദേവനും പ്രിയപ്പെട്ടതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. രണ്ടുപേരും പരസ്പരം വളരെ ഇഷ്ടമുള്ളവരാണ്. ആ 2 ഇഷ്ടമുള്ളവരുടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അലങ്കാരം തന്നെയായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്മിയൂരപ്പനെ തൊഴുതു വണങ്ങി നിൽക്കുന്ന ഗുരുവായൂരപ്പനായിട്ട്. അപ്പോൾ അലങ്കാരത്തിലെ 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്. ഒരെണ്ണം ചുവപ്പും വെള്ളയും കൂടിയിട്ടാണ്, നന്ദ്യാർവട്ടും തെച്ചിയും കൂടിയിട്ടുള്ള ഒരു തിരുമുടിയായിരുന്നു. പിന്നെ ഒരെണ്ണത്തിൽ 3 നിറങ്ങളുണ്ടായിരുന്നു. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടും ഉണ്ട്. 2 ഉണ്ടമാലകളുണ്ട് കേട്ടോ. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് അതിൽ കൂടുതലും വെളുത്ത നിറങ്ങളാണ്. അതായത് നന്ദ്യാർവട്ടാണ്. താഴേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് തുളസി കുറച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉണ്ടമാല തെച്ചി നന്ദ്യാർവട്ടം. അതിങ്ങനെ തെച്ചി നന്ദ്യാർവട്ടം തെച്ചി നന്ദ്യാർവട്ടം അങ്ങനെ മാറി മാറി കുറത്തിരിക്കുക. ഇതിന്റെ നടുക്കാണ് ഭഗവാൻ 2 കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ. കൈ കൂപ്പിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പുതിയ കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്. നെറ്റിയിൽ ഗോപി തിലകുണ്ട്, വലിയ കാതുപൂക്കൾ, ഇതൊക്കെ നല്ല തിളക്കത്തിൽ കാണാനുണ്ടായിരുന്നു കേട്ടോ. കഴുത്തിൽ 3 മാലകളൊക്കെ ഇട്ടിട്ടുണ്ട്, കൈവളകളും തോൾവളകളൊക്കെ ഉണ്ട്. കൈയൊക്കെ ഇങ്ങനെ കുറച്ച് നീളത്തിലുള്ള കൈകളാണ്. കാരണം ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകണ്ടേ. തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് ശ്രീലകത്തിന് അകത്ത് നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലായാൽ പോരല്ലോ. ഭഗവാൻ എത്ര ദൂരെ നിന്ന് കാണുമ്പോഴും ആ കാണുന്നവർക്കൊക്കെ മനസ്സിലാകത്തക്ക രീതിയിൽ വേണം അലങ്കാരം ചാർത്താനായിട്ട്. അപ്പോൾ കുറച്ച് കൈയൊക്കെ വിസ്തരിച്ചിട്ട് നമുക്കൊക്കെ നന്നായി മനസ്സിലാകുന്ന രീതിയിൽ തന്നെയായിരുന്നു 2 കൈകളും നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കുപ്പിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ആരെ നോക്കിയിട്ടാ? മഹാദേവനെ നോക്കിയിട്ട്. ഇടതുഭാഗത്തായിട്ട് ഒരു ശിവലിംഗം ചാർത്തിയിട്ടുണ്ട്. തൊട്ടടുത്തായി തന്നെ ഒരു തൃശൂലവും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് മഹാദേവനാണെന്നുള്ളത്. അപ്പോൾ മഹാദേവനെ തൊഴുതു വണങ്ങി നിൽക്കുന്ന രീതിയിലായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പട്ടുകൊണ്ട് ഒരു പട്ട് കോണകായിരുന്നില്ല കേട്ടോ. ഒരു പട്ടാണ് അരയിൽ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വീതിയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ കാലിലെ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് നല്ല മനോഹരമായിട്ട് ഭഗവാനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഭഗവാനും അത്യാവശ്യം വലിപ്പത്തിലാണ് നിൽക്കുന്നത്. ശിവലിംഗവും നല്ല വലിപ്പത്തിലുണ്ട്. തൃശൂലും നല്ല വ്യക്തമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം. എല്ലാവരും മമ്മിയൂരപ്പനെ തൊഴുതു വണങ്ങി നിൽക്കുന്ന ഗുരുവായൂരപ്പൻ്റെ രൂപം മനസ്സിലൊന്ന് കണ്ടുകൊണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. മഹാദേവന്റെ അടുത്തും പ്രാർത്ഥിച്ചോളൂ, മഹാവിഷ്ണുവിൻ്റെ അടുത്തും നമ്മുടെ ഭഗവാന്റെ അടുത്തും പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ മറുപടികളും കൂടെ പറയാം. 2 ദിവസം മുൻപായിട്ട് ധന്വന്തരി മൂർത്തിയായിട്ടായിരുന്നു ഭഗവാൻ അലങ്കാരത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് ചെയ്ത വീഡിയോയ്ക്ക് ചുവടെ വന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ജെസ്സി CK എന്നൊരു ഭക്ത ചോദിച്ചതാണ്. ഭഗവാന്റെ കയ്യിലുള്ള അട്ട എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതിനെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ധന്വന്തരി മൂർത്തിയാണ് അട്ടയും കുഴമ്പും പിടിച്ചിട്ട്, അതായത് അട്ടയും അമൃത കലശവും കൂടിയിട്ട് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അട്ട എന്ന് നമ്മൾ അത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് കേട്ടോ. ഇപ്പോഴും എല്ലാ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ ചികിത്സ തേടാനായിട്ട് എത്തുന്നവർക്ക് ആ ചികിത്സ ചെയ്യുന്ന ഒരു രീതി കൂടിയാണ് ഈ അട്ടയെ കൊണ്ട് പിടിപ്പിക്കുക, അട്ടയെ കൊണ്ട് കടിപ്പിക്കുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ കടി കിട്ടിയവർക്കൊക്കെ നല്ല അതങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ചെയ്യുക. അട്ട പിടിച്ചിരിക്കണ പോലെ എന്ന് പറയില്ലേ, അത് പോകില്ല, വേർപെട്ടു പോകില്ല. അപ്പോൾ അട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ദുഷിച്ച രക്തത്തെ അത് ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവ് ഈ അട്ടയ്ക്കുണ്ട്. അപ്പോൾ വയ്യായികയുള്ള നമുക്ക് ആർക്കെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ ഏത് ഭാഗത്താണോ അവിടെ ഈ അട്ടേനെ കൊണ്ട് ഇങ്ങനെ പിടിപ്പിക്കും, അതായത് കടിപ്പിക്കും. അപ്പോൾ ഈ അട്ട അവിടെ പറ്റി പിടിച്ചിരുന്നിട്ട് ആ ദുഷിച്ച രക്തമൊക്കെ കുടിച്ചിട്ട് അതിങ്ങനെ വീർത്ത് വരും, അവസാനം അത് കൊഴിഞ്ഞു വീഴും. അങ്ങനെയാണ് പറയുക. ആ ദുഷിച്ച രക്തത്തെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ധന്വന്തരി മൂർത്തി എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ ആചാര്യനാണ്, അതൊരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറുടെ കയ്യിൽ എന്താ വേണ്ടത്? ആ ചികിത്സിക്കാനുള്ള വസ്തുക്കളാണ് കയ്യിൽ വേണ്ടത്. അതുകൊണ്ടാണ് ഭഗവാൻ അട്ടയെ പിടിച്ചിരിക്കുന്നത്. ജലൂകം എന്നാണ് പറയുക. ജലൂകവും അതേപോലെ തന്നെ അമൃത കലശവും പിടിച്ചിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ധന്വന്തരി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലൊക്കെ അവിടെ അട്ടയും കുഴമ്പെന്ന് പറഞ്ഞിട്ടൊരു വഴിപാടുണ്ട്. അതെന്തിനാ? അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകുന്ന ഭഗവാനാണ് ധന്വന്തരി മൂർത്തി. ആ ഭാവത്തിലായിരുന്നു ഭഗവാൻ 2 ദിവസം മുൻപ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആയുർവേദത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ഈ അട്ടയെ കൊണ്ട് പിടിപ്പിക്കുക എന്നുള്ളത്. ആയുർവേദത്തിൻ്റെ ആചാര്യനാണ് ആര്? ധന്വന്തരി മൂർത്തി. അപ്പോൾ ഈ അട്ടയെ കൊണ്ട് കടിപ്പിച്ചിട്ട് ആ ദുഷിച്ച രക്തമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് അമൃത് നൽകാനായിട്ട്. അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് എന്തെങ്കിലും എന്താ പറയുക പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം ശരിക്കുള്ള മരുന്നൊക്കെ പ്രയോഗിക്കുക. അങ്ങനെ തന്നെയാണല്ലോ ഡോക്ടേഴ്സ് ചെയ്യുക. അതുതന്നെയാണ് ധന്വന്തരി മൂർത്തിയും ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഉത്തരം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് സിദ്ധാർത്ഥ എന്നൊരു ഭക്തൻ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. സിദ്ധാർത്ഥ പറയുന്നത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ സ്മരിക്കുമ്പോഴൊന്നും ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാൻ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്? അപ്പോൾ ഈ കഥകൾ, പുരാണ കഥകളിലൊക്കെ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാനെ തപസ് ചെയ്യണം. അപ്പോൾ സിദ്ധാർത്ഥ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഭഗവാനെ തപസ് ചെയ്യുക, തീർച്ചയായിട്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെടും. നമുക്ക് സംശയം ഉണ്ടാകരുത്, അയ്യോ ഭഗവാൻ വരുമോ ഇല്ലേ എന്നുള്ള സംശയം ഉണ്ടാകരുത്. കാരണം വിളിച്ചു വരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ വരും. ഭഗവാനെ കാണുന്നതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തപസ് ചെയ്യുക. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമോ? സിദ്ധാർത്ഥന് അങ്ങനെ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രഹ്ലാദന്റെ പോലെയാക്കുക. ഉദാഹരണങ്ങളാണ് പറയണത് കേട്ടോ, എല്ലാതൊന്നും പറയുന്നില്ല. കുറച്ച് ഉദാഹരണങ്ങളിൽ കൂടെ പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. ഇപ്പൊ പ്രഹ്ലാദനെ പോലെ ആകൂ എന്ന് പറയണത് എന്തുകൊണ്ടാ? പ്രഹ്ലാദൻ വയറിനുള്ളിൽ വിറവിയെടുത്തപ്പോൾ തന്നെ ഭഗവാനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരുന്നത്. പുറത്തേക്ക് വന്നപ്പോഴെന്താണ്? സദാ ഭഗവാന്റെ ചിന്തകളായിരുന്നു. ഭഗവാൻ ഇല്ലാതെ ഒന്നും പ്രഹ്ലാദനില്ലായിരുന്നു. എല്ലാത്തിലും ഭഗവാനെ കാണാനായിട്ട് പ്രഹ്ലാദനെ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാനും പ്രഹ്ലാദന്റെ ഒപ്പം ഉണ്ടായിരുന്നു. എവിടെ പോകുമ്പോഴും ഭഗവാൻ അവിടെ ഉണ്ടാകും. വീഴാൻ പോകുന്ന സമയത്ത് അപ്പോൾ അവിടെ കൈ പിടിച്ചിട്ടുണ്ടായിരിക്കും. പ്രഹ്ലാദൻ വീഴില്ല. നമ്മളന്ന് കഥ പറയുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്രഹ്ലാദനെ പോലെ ആണോ എന്നൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്കതിനുള്ള ഉത്തരം കിട്ടും. പ്രഹ്ലാദനെ പോലെ ആകാനായിട്ട് ശ്രമിക്കുക, ഭഗവാനോട് കൂടുതൽ അടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെടും. അല്ലെങ്കിൽ പിന്നെ ഹിരണ്യകശിപുവിൻ്റെ പോലെ ആയിരിക്കണം. എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ഹിരണ്യകശിപുവും കഴിഞ്ഞിരുന്നത്. പക്ഷെ സ്നേഹത്തോടെയും ഭക്തിയോടെ ഒന്നുമല്ല, ദേഷ്യത്തോടെയായിരുന്നു. ഏത് വിധേനയും ഭഗവാനെ സ്മരിക്കുക. അല്ലെങ്കിൽ പിന്നെ നാരദ മഹർഷിയുടെ പോലെയാകണം. നാരദ മഹർഷി വിചാരിക്കുമ്പോഴേക്കും ഭഗവാൻ പ്രത്യക്ഷനായിരുന്നു. സദാ പ്രത്യക്ഷനായിരുന്നു. ഒന്ന് സ്മരിക്കേ വേണ്ടു, അപ്പോഴേക്കും ഭഗവാനെ കാണാനായിട്ട് പറ്റും. നാരദരും എല്ലായ്പ്പോഴും നാരായണ നാരായണ എന്നാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതേപോലെയൊന്നും നമുക്ക് ആകാനായിട്ട് സാധിച്ചില്ലെങ്കിലും പെട്ടെന്നൊന്നും ആകാനായിട്ട് പറ്റിയെന്ന് വരില്ല. പക്ഷെ ക്രമേണ നമുക്ക് അതിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടല്ലോ, സംശയിക്കാൻ പാടില്ല എന്നാണ് പറയാം. പിന്നെ യഥാർത്ഥത്തിലെ ഇതൊന്നും അല്ല കാര്യം. നമ്മുടെ ഭഗവാനെ നമുക്ക് മുന്നിൽ സദാ പ്രത്യക്ഷനാണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ നമുക്കൊരു അപകടം വരുമ്പോൾ, നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കാനായിട്ട് പല ആളുകളുടെ രൂപത്തിൽ പല സന്ദർഭങ്ങളിൽ ഭഗവാൻ തീർച്ചയായിട്ടും എത്തുന്നുണ്ട്. എത്രയോ പേർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്.
സിദ്ധാർത്ഥന് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഇത് കേൾക്കുന്ന പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഓ ഭഗവാനാണ് നിങ്ങളിവിടെ കൊണ്ടുവന്ന് തന്നതെന്ന് എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓ ഭഗവാൻ ഉണ്ട് കേട്ടോ, എൻ്റെ പ്രാർത്ഥന കേട്ടു കേട്ടോ എന്ന് എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് ഉണ്ട്, നമുക്ക് അരികിലുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന സന്ദർഭങ്ങളാണ്. ഭഗവാൻ ഇങ്ങനെ ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് നമ്മുടെ മുന്നിൽ പെട്ടെന്ന് ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പേടിച്ചു പോവുക ചെയ്യാം. അതാരും പ്രതീക്ഷിക്കുന്നില്ല. അതാണ്, നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം നരസിംഹം പ്രത്യക്ഷപ്പെട്ട സമയത്ത് എല്ലാവരും ഭയന്നു പോയി. പക്ഷെ പ്രഹ്ലാദൻ മാത്രം ഭയന്നില്ല. കാരണം പ്രഹ്ലാദൻ അറിയാം ഭഗവാൻ വരും, ഭഗവാനാണ് ഇതെന്ന് അറിയാം. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പേടിച്ചു പോകുന്നത് ഭഗവാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ വരാത്തെ. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കാത്ത രൂപത്തിൽ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഭഗവാനുണ്ട്. അത് നമുക്ക് തിരിച്ചറിയണം. അപ്പം എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് നാമം ജപിക്കുക, ഭഗവാനെക്കുറിച്ച് സ്മരിക്കുക, ഭഗവാനെക്കുറിച്ച് വായിക്കുക, ഭഗവാനെക്കുറിച്ച് പറയുക. അപ്പം എന്തായി? ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പല തരത്തിലൂടെ പല അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരും. അതുപോലെ നമുക്ക് ഭഗവാൻ കൂടെ ഉണ്ടായാൽ മതിയല്ലോ. നമ്മൾ വിളിക്കുന്ന സമയത്ത് വിളി കേൾക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നാൽ മതിയല്ലോ. അതാണല്ലോ ധൈര്യം. അപ്പം അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും നന്നായിട്ട് ഭഗവാനെ വിളിക്കൂ. തീർച്ചയായിട്ടും നല്ല നല്ല അനുഭവങ്ങൾ സിദ്ധാർത്ഥന് ഭഗവാൻ കൊണ്ടുവന്ന് തരട്ടെ കേട്ടോ. അടുത്തത് രേഷ്മ വി ആർ എന്നുള്ള ഒരു ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 75 years ഓൾഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 75 വയസ്സായി എന്ന് പറഞ്ഞു. നാരായണീയം പകർത്തി എഴുതിയിട്ടുണ്ട്. അതെവിടെയാണ് സമർപ്പിക്കേണ്ടത്? സമർപ്പിക്കേണ്ട വിധം ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾറെഡി നാരായണീയം എഴുതുന്നുണ്ട്, നമുക്കൊപ്പം എഴുതുന്നതല്ല, നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുൻപും പലതവണ പല സമർപ്പണങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇതും നാരായണീയം എഴുതിയതും സമർപ്പിക്കേണ്ടത് കേട്ടോ. അതിന് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിൽ ഏതാണോ നമുക്ക് പോകാനായിട്ട് സൗകര്യം അവിടെ പോയിട്ട് സമർപ്പിക്കാം. ഏറ്റവും ആദ്യം ഭഗവാന്റെ നേരെ മുന്നിൽ സോപാനമൊക്കെ ആയിട്ട്, സോപാനം തൊഴിലൊക്കെയാണ് നമുക്ക് ലഭിച്ചതെങ്കിൽ നാലമ്പലത്തിൽ കയറുമ്പോൾ ഭഗവാനെ തൊഴാനായിട്ട് പോകുമ്പോഴേ ആ സോപാനപ്പടിയിൽ അങ്ങോട്ട് സമർപ്പിക്കുക. നല്ല സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് അവിടെ സമർപ്പിക്കാം. ഇനിയിപ്പോൾ ഏകാന്തം തൊഴിലാണെങ്കിൽ അവിടെ മണ്ഡപത്തിൽ സമർപ്പിക്കാം. ഇത് നാലമ്പലത്തിനകത്തുള്ള കാര്യമാണ് കേട്ടോ. നാലമ്പലത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചെങ്കിലുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ അത് സാധിക്കില്ലെങ്കിൽ ചുറ്റമ്പലത്തിൽ സമർപ്പിക്കാം. അത് 2 സ്ഥലങ്ങളുണ്ട്. ആ കൊടിമരത്തിൻ്റെ ചുവടിയായിട്ട് ഒരു ഭണ്ഡാരം ഉണ്ടല്ലോ, അവിടെ ആ ഭണ്ഡാരത്തിന് മുകളിലായിട്ട് സമർപ്പിക്കാം. നേരെ പടിഞ്ഞാറ് വശത്തായിട്ട് അവിടെ ഒരു ദീപസ്തംഭമുണ്ട് ചുറ്റമ്പലത്തിൽ തന്നെ. ആ ദീപസ്തംഭത്തിൻ്റെ അവിടെയായിട്ട് ഒരു ഭണ്ഡാരമുണ്ട്, അവിടെ സമർപ്പിക്കാം. ഇനിയിപ്പോൾ ചുറ്റമ്പലത്തിൽ നമുക്ക് കയറാനായിട്ട് സാധിക്കില്ലെങ്കിൽ മാത്രം പുറത്ത് സമർപ്പിക്കാം. അതായത് കിഴക്കേ നടക്കിലെ ദീപസ്തംഭമുണ്ട്. ദീപസ്തംഭത്തിൻ്റെ ചുവടെയായിട്ട് ആ ഭാഗത്തായിട്ട് ഒരു ഭണ്ഡാരമുണ്ട് വലുത്. അതിന് മുകളിൽ ഭണ്ഡാരകൃഷ്ണനൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്, അവിടെ ആ ഭണ്ഡാരത്തിന് മുകളിലായിട്ട് സമർപ്പിക്കാം. ഇതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തുണ്ട് ദീപസ്തംഭത്തിന് ചുവടെയായിട്ടുള്ള ഭണ്ഡാരം, ഭണ്ഡാരകൃഷ്ണൻ്റെ തൊട്ടടുത്തായിട്ടുള്ളത്. ആ ഭണ്ഡാരത്തിന് മുകളിലും സമർപ്പിക്കാം. സാധാരണയായിട്ട് ഇവിടെയൊക്കെയാണ് കേട്ടോ എല്ലാ തരത്തിലുള്ള ഒരുവിധം എല്ലാ സമർപ്പണങ്ങളും ഭക്തരുടെ നടക്കാറുള്ളത്. അപ്പോൾ ഇനി എന്നാണോ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ആ സമയത്ത് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ട് സമർപ്പിക്കാം കേട്ടോ. നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇപ്പോൾ 75 years ഓൾഡായി എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ഉള്ളിൽ കിടക്കാൻ പറ്റുമോ, എങ്ങനെ നടക്കാനായിട്ട് പറ്റുമോ, അങ്ങനെയുള്ള അവസ്ഥയൊന്നും സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഈ ചോദ്യത്തിൻ്റെ മറുപടി കേൾക്കുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം ചെയ്തോളൂ കേട്ടോ. അടുത്തത് ദീപ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഭക്ത ചോദിച്ച ചോദ്യമാണ്. കുഞ്ഞ് ജനിച്ച സമയത്ത് കുഞ്ഞിൻ്റെ അതേ തൂക്കത്തിലുള്ള, ഇത് 3 വയസ്സാണ്, കുഞ്ഞിൻ്റെ അതേ തൂക്കത്തിലുള്ള മിൽമ നെയ്യ് കൊണ്ട് തുലാഭാരം നടത്താമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ. അപ്പോൾ അത് ആ സമയത്ത് ചെയ്യാനായിട്ടൊന്നും സാധിച്ചില്ല. അപ്പോൾ ഭഗവാന്റെ കോപം ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് പകരമായിട്ട് ഗുരുവായൂരപ്പൻ എന്തെങ്കിലും വഴിപാട് ചെയ്യണമെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ ഭക്ത അത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാണ്. പകരമായിട്ട് നമുക്ക് ഒരു വഴിപാടും ഇല്ല. അത് ഏത് ക്ഷേത്രത്തിലാണെങ്കിലും നമ്മൾ എവിടേക്ക് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിച്ചിരിക്കുന്നത് അവിടെ തന്നെ അത് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ശിവക്ഷേത്രത്തിലേക്കാണ് വഴിപാടിന് പ്രാർത്ഥിച്ചിരിക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ അവിടെ തന്നെ പോയിട്ട് ചെയ്യാം. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും ഉണ്ടാകും. അപ്പോൾ നിലവിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞിട്ട് വരിക. ഇപ്പോൾ ഭഗവാനെ നിലവിൽ എനിക്കത് സാധിക്കില്ല, ഇത്രയും തുകയൊന്നും എടുക്കാനായിട്ടുണ്ടാകില്ല, എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്തോളാം, അതിനുള്ള വഴി ഭഗവാൻ തന്നെ ഉണ്ടാക്കി തരൂന്ന് ഭഗവാന്റെ അടുത്ത് പറയൂ.
അതെല്ലാം ശരിയാകും കേട്ടോ. അല്ലാതെ ദോഷം എന്നൊന്നും പറയാനില്ല. നമ്മുടെ അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടായിട്ട്, നമുക്ക് അതിനുള്ള സാമ്പത്തികം ഉണ്ടായിട്ടാണ് നമ്മൾ ചെയ്യാതിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്ക് സങ്കടമൊക്കെ വന്നു എന്ന് വരും. പക്ഷെ അങ്ങനെ ഇല്ലാത്ത പക്ഷം അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈശ്വരന്മാരാണല്ലോ. അപ്പോൾ മഹാദേവൻ്റെ അടുത്ത് പോയിട്ട് പറയുക ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള വഴി തീർച്ചയായിട്ടും മഹാദേവൻ തന്നെ കാണിച്ചു തരും കേട്ടോ. ഗുരുവായൂരപ്പൻ അങ്ങനെ പകരം വഴിപാടൊന്നുമില്ല. എന്തെങ്കിലും വഴിപാട് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് കൊടുത്തോളൂ. അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്കൊരു വഴിപാടും പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തന്നെ കരുതാണ് കേട്ടോ. നാമജപത്തിൻ്റെ വിശേഷങ്ങൾ കൂടെ പറയാം. ഇന്നലെ 3,29,738 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ നന്നായിട്ട് നാമം ജപിക്കാനായിട്ട് സാധിക്കട്ടെ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും കൂടുതൽ അറിവുകളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.